ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, പരിശുദ്ധ ജപമാല മാസമായി ആചരിക്കുന്ന ഈ മഹത്തര കാലയളവിൽ ഇന്നത്തെ വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം സുവിശേഷ പ്രചാരകത്തിന്റെ മാതാവ് മേരി എന്നുള്ളതാണല്ലോ. യെശയ്യാ 7:14 പ്രവചിക്കുന്ന യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഈ യുവതി തന്നെയാണ് നമ്മുടെ സുവിശേഷ പ്രചാരകത്തിന്റെ മാതാവ് പരിശുദ്ധ കന്യകാമറിയം. വിശ്വാസ ജീവിതത്തിന്റെ ഉത്തമ മാതൃക. യേശുവിനെ ലോകത്തിലേക്ക് പരിചയപ്പെടുത്തിയ ആദ്യ സുവിശേഷകം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 1:38 തിരുവചനത്തിൽ ഗബ്രിയേൽ ദൂതൻ തന്റെ സന്ദേശം അറിയിച്ചപ്പോൾ നിന്റെ വചനപ്രകാരം എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിന്റെ സുവിശേഷ ദൗത്യത്തിന്റെ ആരംഭമായിരുന്നു. അന്നു മുതൽ അവൾ വളരെയേറെ ത്യാഗത്തിനും സഹനത്തിനും കടന്നു പോകേണ്ടി വന്നു. വചനം തന്റെ ജീവിതത്തിൽ ഉരുവായി യേശുവിനെ ജന്മം നൽകുകയും വളർത്തുകയും കാനായിലെ കല്യാണത്തിൽ ദൈവകൃപയുടെ പ്രത്യാശയെ വെളിപ്പെടുത്തുകയും ചെയ്തു. പരിശുദ്ധ മറിയം എപ്പോഴും തന്റെ പുത്രനിലേക്കാണ് നമ്മെ നയിച്ചിരുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:1 തിരുവചനത്തിൽ നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യും എന്ന വാക്ക് എപ്പോഴും നമ്മളെ യേശുവിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ സഭ വിശുദ്ധ കന്യകാമറിയത്തെ സുവിശേഷവൽക്കരണത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ മറിയത്തെ പോലെ അനുസരണയും വിശ്വാസവും ത്യാഗമനോഭാവവും ഉള്ളവരായി സഹനത്തിലും വേദനകളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നിശബ്ദത പാലിച്ച് ദൈവവചനത്തെ മറ്റുള്ളവരിലേക്ക് പകരുന്നവരാകാം. ഈ മറിയം യാത്രയിൽ പരിശുദ്ധ കന്യകാമറിയത്തോട് അപേക്ഷിച്ച് പുത്രനിലൂടെ സാധിച്ചെടുത്ത അനുഗ്രഹങ്ങൾ നല്ല നിലത്ത് വീണ വിത്തുകളായി ഫലം നൽകുവാനും കിടാവിളക്കുകളായി നാം ഓരോരുത്തരും ശോഭിക്കുവാനും സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ എളിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്ന ദൈവനാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ.